ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടം ഉന്നം വെച്ച് നടക്കുകയാണ്. അടിമാലി സെൻറ്ററിലേക്കാണ് നടക്കുന്നത്. ഈ ശാന്തസുന്ദരമായ സമയത്ത് കേൾക്കുന്ന സൗണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെയാണ് ഗൈസ്. ഇത് കേൾക്കാൻ കഴിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കടയിലാണ് നമുക്ക് ഇറക്കാനുള്ളത്. കട തുറക്കുമ്പോൾ വരാം. ഇതാണ് ഗൈസ് ആ ടൗണിൽ കൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നടന്ന് നീങ്ങുകയാണ് ഗൈസ്. ഈ സെൻറ്ററിൽ നിന്ന് കുരിശിൻ്റെതാണ് അവിടോട്ടുള്ള റോഡ് ഗൈസ്. നമ്മുടെ ഹിന്ദിക്കാരൻ്റെ കോട്ടയാണ് ഗൈസ്. അടിമാലി കുരിശാറാണ്. ഇതാണ് നമ്മൾ കയറി വരുന്ന വഴി. ഇവിടെ താമസിക്കാൻ റൂം കിട്ടും ഗൈസ്. നമുക്കൊരു ചായ കുടിച്ചിട്ട് കയറി പോകാം. ഇതാ കാണുന്നു ഗൈസ് വെള്ളച്ചാട്ടം. വണ്ടികൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ. ഇതാണ് ടൗണിൻ്റെ ഒരു ആകാശഭംഗി. ഈ വഴിയോടെ നടന്നിട്ട് വേണം ആ വെള്ളച്ചാട്ടത്തേക്ക് എത്താൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി ഇങ്ങോട്ട് നടന്നും വരുന്നത്, കാണാൻ വരുന്നത്. ഈ നടത്തം നമുക്കൊരു വ്യായാമം കൂടിയാണ്. രാവിലെ ഇറങ്ങി നടക്കണം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. ഇങ്ങനെ വല്ല നടത്താൻ എങ്കിൽ ആരോഗ്യത്തിന് ഗുണം ചെയ്യും, ചിലപ്പോൾ ദോഷവും ചെയ്യും. ഇതാ നമ്മൾ കയറി വരുന്ന വഴീൻ്റെ ദൃശ്യം. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ മുകളിൽ കൂടെയാണ് കാണാൻ വരുന്നത്. വെള്ളം ചാട്ടമാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെയാണ്. ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമ്മൾ വല്ല ഷോ കാണണം. വെള്ളച്ചാട്ടം ഇതൊരു ആൾതാമസമുള്ള ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. ഇതാണ് നമ്മളുടെ മെയിൻ ലൊക്കേഷൻ, അടിമാലി. ദൂരത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഷോ തോന്നുന്ന വെള്ളച്ചാട്ടമാണിത്. നല്ല ഒരേ കുത്തിന ഒഴുക്കാണ്. ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ മെയിൻ ഭാഗത്തേക്ക് പോവുകയാണ്. ആ വഴിക്ക് രണ്ട് ഡ്രൈവർമാരൊക്കെ ഇറങ്ങി നടന്നു വരുന്നുണ്ട്. നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഇപ്പോൾ മഴ കുറവാണ് ഗൈസ്. ഇന്നലെ ഞാൻ വരുമ്പോൾ നല്ല മഴയായിരുന്നു. ഒരു 1.5 മണിക്കൂറായി നേര്യമംഗലത്ത് നിന്ന് തുടങ്ങിയ മഴ അടിമാലി വരെ മണിക്കൂറോളം പെയ്യുകയായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്കിലൊരു കട്ടിങ് കാണിച്ചു തരാം ഗൈസ്. ഒരു പാലമാണ്. ആ സെൻറ്ററിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സെൻറ്റർ. അവിടെ ഒരു പാലം പണിതിട്ടുണ്ട് ഇതിന് കൂടെ. ഇതാണ് ഗൈസ് നീരുറവ കുത്തി ഒഴുകുന്ന സ്ഥലം. അടിമാലി സെൻറ്ററൊക്കെയാണ് അവിടെ താഴത്ത് കാണുന്നത്. ഇതാണ് പാലം. ഇവിടെ ഇങ്ങോട്ടുമുണ്ട് ഗൈസ് വെള്ളം. ഇതൊക്കെ മുകളിലാണ് ഗൈസ് ആ കാണുന്നത്. അവിടെ നിന്നാണ് മെയിനായിട്ട് ഉറവ് വെച്ച് വരുന്നത്. ഇത്രയും തോനുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നുള്ളത് ഗൈസ്. അങ്ങനെ കാണുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഗൈസ്. അവിടുന്ന് വീണ്ടും നമ്മൾ നടക്കുകയാണ് ഗൈസ്. ഈ കയറ്റം നമുക്ക് നേരെ കയറാൻ സാധിക്കുക ഗൈസ്. അതുകൊണ്ട് വളഞ്ഞു പൊളഞ്ഞിട്ട് വേണം ഈ കയറ്റം കയറാൻ. നമ്മളിങ്ങനെ വളഞ്ഞു പൊളഞ്ഞിട്ടാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരുന്നത് ഗൈസ്. നമ്മൾ വന്ന വഴിയാണ് ഗൈസ്. ഇങ്ങനെ വളഞ്ഞിട്ട് വേണം വരാൻ. ഇതും ഒരു ഇടമുറിയും കയറ്റമാണ്. വ്യായാമം ചെയ്ത് നമ്മൾ ഏറ്റവും ടോപ്പിലെത്താറായി ഗൈസ്. ആ കാണുന്നതാണ് നമ്മുടെ എൻഡ് പോയിൻ്റ്. അവിടെ നിന്നാണ് വെള്ളം കുത്തി ഒഴുകി വരുന്നത്. ഇതാണ് നമ്മുടെ എൻഡ് പോയിൻ്റ് ഗൈസ്. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. ഇവിടെ വെള്ളം താഴോട്ട് ഇങ്ങനെ ഒഴുകുന്നത്.